അധ്യക്ഷൻ, നമ്മുടെ പ്രിയപ്പെട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റ്, അതുപോലെ തന്നെ പ്രശാന്ത് ജഡ്ജ്, ഇന്ന് യാത്രയാകുന്ന രാജേഷ് സാർ, നമ്മുടെ മജിസ്ട്രേറ്റ് അൻരാജ് സാർ, മുൻസിഫ് അതുല്യ മാഡം, നമ്മുടെ പ്രോസിക്യൂട്ടർമാരായിട്ടുള്ള ശ്രീ വക്കീല് രമേശ് വക്കീല്, അബ്ദുൽ സത്താർ സാർ, ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി, പ്രിയമുള്ള സുഹൃത്തുക്കൾ, സത്യം പറഞ്ഞാൽ സതീശൻ വക്കീല് എൻ്റെ പേര് വെച്ചത് എന്തുകൊണ്ട് എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു. വളരെ ബുദ്ധിപൂർവ്വമാണ് അദ്ദേഹം എൻ്റെ പേര് വെച്ചത്. കാരണം നമുക്കറിയാം, പോക്സോ കോടതിയെ സംബന്ധിച്ച് ചില പരിവേഷങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ അവിടെ അമ്പയക്കാത്തവർ ഗുരുക്കളിൽ അധികമില്ല. അതിലേറ്റവും അമ്പയറ്റവൻ ഈ യാത്രയത്തിൽ രണ്ട് വാക്കുകൾ പറയുക, അതാണ് സതീശൻ വക്കീൽ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാനും സതീശൻ വക്കീലും ഒരു സീനിയറുടെ ഓഫീസിൽ 12 വർഷത്തോളം ഒന്നിച്ചിരുന്നവരാണ്. അതിനുശേഷം 10-15 വർഷം ഞങ്ങൾ രണ്ടുപേരും പിന്നെയും ഒന്നിച്ചിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഞങ്ങൾ രണ്ടുപേരെയും പഠിപ്പിച്ച സീനിയർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മൾ കോടതിയിൽ പോയാൽ ഒരു ന്യായാധിപനുമായി ഒരു അഭിഭാഷകനുള്ള അടുപ്പവും അകലവും, നിങ്ങളിരിക്കുന്ന കസേരയും ഡയസും തമ്മിലുള്ള അകലമായിരിക്കണം അഭിഭാഷകനും ന്യായാധിപനും തമ്മിലുള്ള അകലം. ന്യായാധിപനും അഭിഭാഷകനും തമ്മിലുള്ള അടുപ്പം എന്ന് പറയുന്നതും ഡയസും നിങ്ങളിരിക്കുന്ന കസേരയും തമ്മിലുള്ള അടുപ്പം മാത്രമേ ആവാവൂ. അപ്പോൾ സ്വാഭാവികമായും അഭിഭാഷകര് ഒരു ന്യായാധിപനുമായിട്ടുള്ള വലിയ ആത്മബന്ധങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ആത്മബന്ധങ്ങളില്ലാത്തവർ ഒരു യാത്രയെപ്പറ്റി സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ന്യായാധിപനെയാണ് യാത്രയാക്കുന്നത്. മറ്റുള്ളവരെല്ലാം ഇവിടെ സംസാരിച്ചവരെല്ലാം അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് സംസാരിച്ചവരാണ്. പക്ഷേ എന്നെ വിളിച്ചത് അഭിഭാഷകൻ എന്നുള്ളതാണ്, ഗിരീഷിനെ വിളിക്കുന്നത് അഭിഭാഷകൻ എന്നുള്ളതിലേക്കാണ്. അപ്പോൾ നമുക്ക് അറിയാം, അത് വിമർശനങ്ങൾ കൊണ്ട് മോശമാകാൻ പാടില്ല, അതുപോലെ തന്നെ പ്രശംസകൾ കൊണ്ട് അഭംഗി ഉണ്ടാകുന്നതും ആകാം. അതിപ്പോൾ ഒരു നൂൽപാലത്തിലൂടെയുള്ള സഞ്ചാരമാണ്. ഒരു ഫെയർവെൽ ചടങ്ങിൽ ഒരു ന്യായാധിപന് ഒരു അഭിഭാഷകൻ നടത്തുന്ന ഫെയർവെൽ പ്രസംഗം എന്ന് പറയും. അപ്പോൾ ഒന്നെങ്കിൽ സതീശൻ വക്കീല് ഇതിൽ ഞാൻ ഈ നൂൽപാലത്തിലൂടെ കടന്നു പോകും എന്ന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഒന്നിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് ഇവനെ ഈ കുഴിയിൽ വീഴട്ടെ എന്ന ശിക്ഷണമാണോ ഇങ്ങനെ ഒരു കെണി ഒരുക്കിയത് എന്ന് എനിക്കറിയില്ല. ഏതൊക്കെയായാലും പോക്സോ കോടതിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഇവിടെ ഒരുപാട് കാര്യങ്ങളിലൂടെ സൂചിപ്പിച്ചു. അതിന്റെ ശിക്ഷയെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ തളിരില പോലെയുള്ള ജീവിതങ്ങളാണ് അവിടെ മൊഴി കൊടുക്കാൻ വേണ്ടി വരുന്നത്. അവിടെ ആ തളിരില പോലുള്ള ജീവിതങ്ങൾ എരിഞ്ഞു വരുമ്പോൾ ഉള്ള നൊമ്പരങ്ങൾ അത് ന്യായാധിപനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. കാരണം പ്രതിഭാഗം അഭിഭാഷകരായ നമ്മളെ ഒരു പരിധിവരെ അതിലേറെ ബാധിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രോസിക്യൂട്ടറെ ബാധിക്കുന്നുണ്ട്. അവിടുത്തെ ബെഞ്ച് ക്ലർക്കിനെയും അതുപോലെ മുഴുവൻ ജീവനക്കാരെയും ബാധിക്കുന്ന ഒരു കോടതിയാണ്. കാരണം ഏറ്റവും അധികം സങ്കീർണമായ, ഏറ്റവും അധികം പിരിമുറുക്കം ഉണ്ടാക്കുന്ന കോടതിയാണ് പോക്സോ കോടതി. അവിടെയുള്ള ഇവിടെ നമുക്കറിയാം, ഇവിടെ ഷെറിമോളൊക്കെ സൂചിപ്പിച്ചു, ഒരു എളിയ ക്രിമിനൽ അഭിഭാഷക എന്നുള്ള നിലയിൽ ഞാൻ ആരംഭിച്ചു. പക്ഷേ എനിക്ക് മോശമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ആത്മവിശ്വാസം. സ്വാഭാവികമായി ഞാനിത് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ, കാരണം ഫെയർവെൽ ചടങ്ങിൽ ചില നല്ല 2 വാക്കുകൾ പറയുക അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഷെറിമോൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം വളരെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഷെറിമോൾ ഇവിടെ നിന്നത് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. കാരണം അത് ഷെറിമോളിനെ ഞാൻ പങ്കുവച്ചിട്ടില്ല, നിങ്ങൾ ആരുമായും പങ്കുവച്ചിട്ടില്ല. പക്ഷെ ഞാനിപ്പോൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എൻ്റെ അമ്മയ്ക്ക് 80 വയസ്സ് പ്രായമുണ്ട്. ഞാൻ അഭിഭാഷകനാണ്, എൻ്റെ സഹോദരി കണ്ണൂർ അഭിഭാഷകയാണ്. ഞാൻ ധരിച്ചു എൻ്റെ ഈ ക്രിമിനൽ രംഗത്തുള്ള പ്രാക്ടീസ് ഒക്കെ കണ്ട് ആവേശം മൂത്തിട്ടാണ് എൻ്റെ മകൻ LLBക്ക് പോകാൻ തീരുമാനിച്ചത് എന്നാണ് ഞാൻ ധരിച്ചത്. ഏകദേശം അവൻ വക്കീലായി, അഭിഭാഷകനായി തളിപ്പറമ്പിൽ വന്നു. അപ്പോൾ വന്നതിന് ശേഷം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഷുക്കൂർ വധക്കേസിൽ രാമപിള്ള സാറ് അതിൽ ഹാജരാകുന്നുണ്ട്. അതുകൊണ്ട് നിക്കോളാസ് വക്കീൽ എന്നോട് പറഞ്ഞു, രാമപിള്ള സാറിന്റെ ഓഫീസിൽ നിനക്ക് ആ കേസിന്റെ ട്രയലുമായി ബന്ധപ്പെട്ട വലിയൊരു അനുഭവമാണ്, അതുകൊണ്ട് ഞാൻ ആ ഓഫീസുമായി ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് പോകുന്നത് ഞാൻ ഒരു തെറ്റില്ല. അപ്പോൾ പിറ്റേ ദിവസം അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ എറണാകുളത്തേക്കാണ് പോകുന്നത്, ഈ രാമപിള്ള സാറിന്റെ ഓഫീസുമായി അറ്റാച്ച് ചെയ്ത് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പൊ അത് പറഞ്ഞ സമയത്താണ് എൻ്റെ അമ്മയ്ക്ക് രാമപിള്ള സാറിനൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ അമ്മ അന്ന് പറയുകയാണ്, നീ പറഞ്ഞ ചെറുക്കനെ ഈ എറണാകുളത്ത് രാമപിള്ള സാറിന്റെ അടുത്തൊന്നും വിടണ്ട, നീ ആ തളിപ്പറമ്പിലെ ഷെറിവൊക്കെ എടുത്ത് വിടുക.
ഞെട്ടിപ്പോയി. കാരണം അമ്മ പറയാണ് എല്ലാ ദിവസവും നീ വക്കീലാണ്, നിന്റെ പെങ്ങൾ വക്കീലാണ്, അവൻ വക്കീലായി ഇപ്പം, പക്ഷെ നിങ്ങളുടെ ഒന്നും പേര് ഒരിക്കലും ഈ പത്രത്തിൽ കാണുന്നില്ല. എന്നും പത്രം എടുത്താലും ഷെറിമോടെ പേരാണ്. അവൾ തൊടുന്ന ഒരൊറ്റ കേസും അത് മോശമാകുന്നില്ല. അതുകൊണ്ട് എന്തിനാ വെറുതെ ഈ രാമപ്രസാദിന്റെ അടുത്തേക്ക് വിടുന്നത്, ഷെറിമോടെ അടുത്ത് വിട് എന്നാ പറഞ്ഞത്. അപ്പം ഞാൻ അവർക്കാണ് ഇപ്പം ഷെറിമോട് പോക്സോ കോടതിയോട് പ്രോസിക്യൂട്ടറും നല്ല നിലയിൽ തുടങ്ങി. അപ്പം അത്തരം ഒരുപാട് സന്തോഷകരമായ അനുഭവം ഈ മറ്റ് നമ്മുടെ വിധിയും വിധിന്യായങ്ങളെ സംബന്ധിച്ചല്ല, മറ്റ് ചില അനുഭവങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. ഈ പോക്സോ കോടതിയിലെ കാര്യം പറയുമ്പോൾ സാറിന് വളരെ ഗൗരവത്തോടെ ഇരിക്കുന്നുണ്ട്. നമ്മളെ എല്ലാവരുടെയും മനസ്സിൽ രാജേഷ് സാർ വളരെ സ്ട്രിക്റ്റ് ആണ്, അതൊക്കെ ശരിയാണ്. കാരണം അതിനകത്ത് സ്ട്രിക്റ്റ് ആകാതിരിക്കാൻ സാധ്യമല്ല. കാരണം ആ ഒരു രീതിയിലാണ് അതിന്റെ ചുറ്റുവട്ടങ്ങൾ. കാരണം നമുക്കറിയാം, നമ്മളെല്ലാം അഭിഭാഷകരോടൊപ്പം തന്നെ നാട്ടുപുറങ്ങളിൽ ഞായറാഴ്ചകളിലൊക്കെ പൊതുപ്രവർത്തനമൊക്കെ ആയി പോകുന്നവരാണ്. അപ്പൊ ഒരു പൊതുപ്രവർത്തകൻ പോലും ഒരു പോക്സോ കോടതിയിലെ അതിജീവിത ഒരു സ്വകാര്യമായ ഒരു കാര്യം നമ്മളുമായി പങ്കുവച്ചാൽ നമുക്കൊന്നും ഒളിപ്പിക്കാൻ സാധ്യമല്ല. പോലീസുകാർക്ക് ഒളിപ്പിക്കാൻ സാധ്യമല്ല, അധ്യാപകർക്ക് ഒളിപ്പിക്കാൻ സാധ്യമല്ല, അഭിഭാഷകർക്ക് ഒളിപ്പിക്കാൻ സാധ്യമല്ല. മറ്റ് ഏത് കേസുകളും നമുക്ക് ഭാവിയെ കരുതി മറയ്ക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും പറയും. പക്ഷെ ഇത് പറ്റില്ല. അപ്പൊ അതിൻ്റെതായ ചില പിരിമുറുക്കങ്ങൾ അവിടെ ഉണ്ട്. അത്തരമുള്ള കോടതികളിൽ ഈ പിരിമുറുക്കം ഒഴിവാക്കുക എന്നുള്ളത് ന്യായാധിപന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ പോക്സോ കോടതിയിൽ അവിടെ ചെല്ലുന്ന സമയത്ത് അത് ഞാൻ എന്റെ രാഷ്ട്രീയമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത് പങ്കുവെക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ കരുതുകയാണ്. മറ്റൊന്നല്ല, സാധാരണ രീതിയിൽ അതിജീവിത ഇത് മൊഴി കൊടുക്കുന്നതിന് മുമ്പ് അവർക്ക് സ്വമേധയ സ്പോണ്ടേനിയസ് ആയി ഇത് പറയാൻ കഴിയുമോ, അതോടൊപ്പം തന്നെ അവർക്ക് ഭീതിയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഇതെല്ലാം ഒരുക്കേണ്ട ഒരു സർവൈവർ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഒരുക്കേണ്ട ബാധ്യത ന്യായാധിപനുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി അദ്ദേഹം കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഇപ്പോ ഇവിടെ പറഞ്ഞതുപോലെ സൂര്യന് താഴെയുള്ളതും അതുപോലെ തന്നെ ഭൂമിക്ക് മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം ഒരു എൻസൈക്ലോപീഡിയാണ്, സത്യമാണ്. അപ്പൊ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നല്ല, അദ്ദേഹം ചോദിച്ചു ഒരു കുട്ടിയോട്, അത്ര ചെറിയ ടെൻഡർ ഇതൊന്നുമല്ല, പക്ഷെ ചോദിച്ചു ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ മനസ്സിലായി. അപ്പൊ ചോദിച്ചു, ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി? സ്വാഭാവികമായിട്ട് നമ്മൾ സാധാരണ ഒരു ബഹുമാനാദരവുകളോടൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷെ കുട്ടി ചാടിക്കറി പറഞ്ഞു മോദി എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് വാക്കുകൾക്കപ്പുറം നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ കൊണ്ട് ചെറിയ ചില വിചാരങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും. അപ്പം മോദി എന്ന് പറയാം. അപ്പം മോദി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സാറിന്റെ മുഖം ഒന്നും ഞെട്ടി. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി എന്ന് പറയുന്നത്. അപ്പോ എന്താ ഹോബി എന്താ? അപ്പൊ പറഞ്ഞു വായനയാണ്. അപ്പോ ആരാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്ന് അറിയും? അപ്പൊ പറഞ്ഞു പിണറായി വിജയൻ സാറ്. അപ്പോ പ്രധാനമന്ത്രിയെ പറഞ്ഞപ്പോ മോദി എന്ന് പറഞ്ഞു, മുഖ്യമന്ത്രിയെ ചോദിച്ചപ്പോൾ പറഞ്ഞു പിണറായി വിജയൻ സാറ്. അപ്പോ സാറ് അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവാരാണ്? അപ്പൊ പറഞ്ഞു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ തീർന്നു. അപ്പൊ ചോദിക്കുന്നു, പിന്നെ വായനയാണ് ഏറ്റവും ഹോബി എന്ന് പറഞ്ഞല്ലോ, ഏതൊക്കെ പുസ്തകങ്ങൾ? പുസ്തകമൊന്നും വായിച്ചിട്ടില്ല, പത്രമാണ് വായിക്കുന്നത്. പത്രം വായിക്കാറുണ്ട്. അപ്പൊ ഏത് പത്രമാണ് വായിച്ചത് നീ ചോദിച്ചപ്പോൾ ദേശാഭിമാനി. അപ്പോ എന്നെ ഒന്ന് നോക്കി സാറ്. അപ്പോ എന്നിട്ട് സാറ് ഉടനെ പറഞ്ഞു, പിന്നെ സാധാരണ കുട്ടികളെ പോലെ കൃത്യമായി നല്ല വിവേകത്തോടെ ഉത്തരം പറയാൻ പ്രാപ്തിയുള്ള കുട്ടിയാണ്. കാരണം ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലായി. അപ്പൊ എത്ര തന്മയത്വത്തോടെ ആ വിഷയം, കാരണം കേസ് നടത്തുന്ന എന്റെ പിരിമുറുക്കം അവസാനിച്ചു, അതോടൊപ്പം തന്നെ കുട്ടിയുടെ പിരിമുറുക്കം അവസാനിച്ചു, കോടതിയുടെ പിരിമുറുക്കം അവസാനിച്ചു. അപ്പം വളരെ തന്മയത്വത്തോടെ എന്നാൽ ചില കുറിച്ചുകൊള്ളുന്ന പ്രയോഗങ്ങളിലൂടെ ചില സന്ദേശങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ആ കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. അപ്പോൾ ഞാനത് സൂചിപ്പിച്ചത് ഒരു ന്യായാധിപൻ എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ ചില സൂചനകൾ നമുക്കറിയാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ വിധിന്യായങ്ങൾ. അറിവ് എന്നുള്ളത് ന്യായാധിപന്മാർക്കും അഭിഭാഷകർക്കും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് തിരിച്ചറിവുണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വിധിന്യായങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ തലച്ചോറുകളിൽ നിന്നാവരുത്, നമ്മുടെ ഹൃദയത്തിൽ നിന്നാവണം, നമ്മുടെ മനസ്സിൽ നിന്നാവണം, മനസാക്ഷിയിൽ നിന്നാവണം. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്
എല്ലാ കോടതികൾക്കും മുകളിലും ഒരു കോടതിയുണ്ട്, അത് നിന്റെ മനസ്സാക്ഷിയുടെ കോടതിയായിരിക്കണം എന്ന് നമ്മുടെ എല്ലാ കോടതികളിലും മഹാത്മാഗാന്ധിയുടെ ഒരു ചിത്രവും ആ സന്ദേശം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ സൂചിപ്പിച്ചു രാജേഷ് സാറ് എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്റെ രണ്ടാമത്തെ പ്രൊഫഷൻ അല്ലെങ്കിൽ ആത്മീയതയാണ്. ആത്മീയത എന്ന് പറയുന്നത് നമുക്കറിയാം, തത്വമസി മറ്റും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറാണ്. തത്വമസി നീ തന്നെയാണ് ഞാൻ എന്ന് പറയുന്ന ആത്മീയതയാണ് ആ സന്ദേശമെങ്കിൽ ആ ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാക്ഷിയുടെ ചിത്രമാണ്. ആ ആത്മീയതയാണ് മനസ്സാക്ഷിയിൽ നിന്ന് വരുന്ന വിധിന്യായങ്ങൾ സാറിന് പുതിയ കോടതികളിലും പുറപ്പെടുവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം നമുക്കറിയാം ഇവിടെ നിന്നും ഒരു ട്രാൻസ്ഫർ അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇപ്പൊ അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോകുന്നത്. അപ്പോ അത് കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ട്രാൻസ്ഫർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഔദ്യോഗിക ജീവിതത്തോടൊപ്പം തന്നെ തന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ വീട്ടുകാരെ, നാട്ടുകാരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.